കുറച്ച് കാലായി സോക്കട് കാലൊക്കെ തുടങ്ങിയിട്ട്. എന്താണെന്നറിയോ, ഇത് സിഹിറൊന്നല്ല വിഷയം. അതൊക്കെ ഒരു ചെറിയൊരു ഒരു ഡോസാ, ടെസ്റ്റ് ഡോസാ. മുസ്ലിം സമൂഹത്തിൽ പിഴച്ചുപോയ സംഘങ്ങളുടെ കൂട്ടത്തിൽ ഒരു സംഘമാണ് മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം. ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടെ സംസാരിക്കുന്നത്. മുഅ്തസിലത്ത് എന്ന് പറഞ്ഞ വിഭാഗം അവര് ഉമവിയ്യ പീരീഡിന്റെ അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുകയും അബ്ബാസിയ കാലഘട്ടത്തിൽ ശക്തി പ്രാപിക്കുകയും ചെയ്ത ഒരു കൂട്ടരാണ്. ഗ്രീക്ക് തത്വശാസ്ത്രങ്ങളുടെ സ്വാധീനമാണ് അവരിൽ ഉണ്ടായിരുന്നത്. മുസ്ലിങ്ങളാണ് അവർ. ദീനിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഭാഗത്തു നിന്ന് പിഴച്ചവരും പുറത്തുപോയവരുമാണ് എന്നാണ് മുസ്ലിം ലോകത്തിന്റെ തീരുമാനം. അവരുടെ വാദങ്ങൾ ഓരോന്നോരോന്നായി കേരളത്തിൽ പ്രചരിപ്പിക്കാനുള്ള ശ്രമമായിട്ടാണ് എനിക്കിത് കാണാൻ പറ്റും. അറിഞ്ഞിട്ടോ അറിയാതെയോ എനിക്കറിയില്ല. കാരണം മുഅ്തസിലിയാക്കളാണ് ആദ്യമായി അള്ളാന്റെ സിഫാത്തുകളെ നിഷേധിച്ചത്. അള്ളാഹ്ക്ക് കൈ, മുഖം എന്നൊക്കെ പറയുന്നതിന് കൈ എന്ന് പറയാൻ പാടില്ല, ശക്തി എന്ന് പറയണം, മുഖം എന്ന് പറയാൻ പാടില്ല, പിന്നെ തൃപ്തി എന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് അള്ളാന്റെ സിഫാത്തുകളെ വ്യാഖ്യാനിക്കാൻ പോയവർ മുഅ്തസിലത്താണ്. ആ മുഅ്തസിലത്തിന്റെ വാദങ്ങളിൽപ്പെട്ടതാണ് ഹദീസുകളിൽ ഒരുപാട് ഹദീസുകളെ തള്ളിക്കളയുക എന്ന് പറയുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ടതാണ് സിഹിറിനെ നിഷേധിക്കുക എന്നുള്ളത്. ഇതൊക്കെയും കേരളക്കരയിൽ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നമ്മുടെ നാട്ടിലെ ഒരു മലയാള പ്രസിദ്ധീകരണം, നിങ്ങളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന പ്രസിദ്ധീകരണം, ഞാനും അടക്കം, ആ പ്രസിദ്ധീകരണം ഞാൻ വായിക്കാൻ കൃത്യമായിട്ടല്ല, പരിശോധിക്കാൻ വേണ്ടി. അതിന്റെ 3-ാം പേജിലും 12-ാം പേജിലും പരസ്പര വൈരുദ്ധ്യമായ ലേഖനങ്ങൾ തുടർച്ചയായി വന്നിരുന്നു. ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചുകൊണ്ട് അതവിടെ കൊണ്ടേക്കല്ല, ആരും വായിക്കില്ല. അറിയങ്ങള് കഥ പറയില്ല, ദ്രോഹം, നാളെ മരിച്ചു വേണം. അതിൽ ആദ്യ ഭാഗത്തെ ലേഖനം ആരെഴുതിയെന്ന് ഞാൻ പറയുന്നില്ല. ആ ലേഖനത്തിൽ അള്ളാഹുവിന്റെ സിഫാത്തുകളെ ഒന്നും അങ്ങനെ പറയാൻ പാടില്ല, ഒക്കെ വ്യാഖ്യാനിക്കേണ്ടതാണ് എന്നൊരു ലേഖനം. അത് കഴിഞ്ഞ് 6 പേജ് കഴിഞ്ഞ അതേ ലക്കത്തിൽ അതേ പേജിൽ വേറെ ലേഖനം, അള്ളാഹിന്റെ ഇതിനൊന്നും ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ പാടില്ല, അതൊക്കെ ശരിക്കുള്ളതാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല എന്ന് വെച്ചാൽ മതി. ഒരു ഭാഗം സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഹദീസിന്റെ കിതാബിനെ പറ്റിയും സഹീഹ് മുസ്ലിമിനെ പോലെയുള്ള ഹദീസിന്റെ കിതാബുകളെ പറ്റിയും ആളുകൾക്ക് സംശയം ഉണ്ടാക്കുക, തെറ്റിദ്ധാരണ ഉണ്ടാക്കുക. ഖുർആൻ ആയത്തുകളിൽ പല സഹീഹായ ഹദീസുകളിൽ പലതും ഖുർആൻ ആയത്തുകൾക്ക് എതിരാണെന്ന് വരുത്തി തീർക്കുക. എന്നിട്ട് ആളുകൾക്ക് ബുഖാരി എന്നൊന്നും പറഞ്ഞ എന്തേ ബുഖാരി, എന്തേ മുസ്ലിം എന്നൊരു മട്ടിൽ ഹദീസുകൾക്ക് നേരെ നോക്കുക. എനിക്കുണ്ടാവാത്ത അനുഭവം. ഞാൻ ചിലപ്പോൾ ചില ആളുകൾ ചില ഫത്വ ചോദിക്കുമ്പോൾ ആയത്തിൽ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല, ഹദീസിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ ഫോൺ വെച്ചേക്ക്, ഹദീസിൽ എനിക്ക് വേണ്ട. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു അനുഭവം ഉണ്ടായി. എന്റെ മാന്യനായ ഒരു സുഹൃത്ത്, കക്ഷിത്തൊന്നുമല്ല, പറയാറില്ല, ഞാൻ വളരെ മാന്യമായി ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ ചോദിച്ചു എന്റെ കാഴ്ചപ്പാട് എന്താണ്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അല്ലട മോനെ, ഖുർആൻ ആയത്തില് അവരിങ്ങനെ ഭാര്യാഭർത്താക്കന്മാരുടെ ഭിന്നിപ്പിക്കുന്ന കാര്യം പഠിച്ചു എന്നെല്ലാം പറഞ്ഞു. അത് ഞാൻ വിശ്വസിക്കൂല, ഞാൻ അംഗീകരിക്കൂല. തന്നെ ഖുർആനിൽ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അംഗീകരിക്കൂല. അത് പറഞ്ഞത് ഒരു സുന്നിയാണെങ്കിൽ എനിക്ക് വേദാറില്ല, ഒരു മുവഹിദായ മനുഷ്യന്റെ മറുപടിയാണിത്. അത് ഞാൻ അംഗീകരിക്കൂല. ഈ അർത്ഥത്തിൽ ഖുർആനിൽ വന്ന വിഷയങ്ങളെയും മറ്റും നിഷേധിക്കുന്ന ഹദീസിന്റെ കിതാബുകളെയും പ്രമാണങ്ങളെയും തള്ളുന്ന ഒരു പ്രവണത അതങ്ങനെ പോകുന്നു, പല വഴിക്കും നീങ്ങാനുള്ളത്. ഖദറിനെ നിശ്ചയിച്ചിട്ടുണ്ട് അവര്, അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട്. അതിന്റെ ഒരു തുടക്കം. മറ്റവര് സുന്നികൾ ശിയായിസത്തിന്റെ സ്വാധീനം കേരളത്തിൽ പ്രചരിപ്പിക്കുന്ന പോലെ, മുവഹിദുകൾ മുഅ്തസിലത്തിന്റെ ചിന്താഗതി പ്രചരിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ വാക്കും ഞാനും മാത്രം ഉത്തരവാദിത്തമുള്ള വേറെ ആർക്കും ഉത്തരവാദിത്തമില്ല. എന്റെ സംശയമാണ് ഞാൻ ഈ പറഞ്ഞത് എല്ലാം വായിച്ചു വരുന്നത് കൊണ്ട്.